2024 ജൂൺ 10 തിങ്കൾ. ഇന്ന് 1199 ഇടവം 27. വാർത്തകൾ വായിക്കുന്നത് ജി രവി. NDA വീണ്ടും അധികാരമേറ്റു. നഡ്ഡ വീണ്ടും മന്ത്രിസഭയിൽ. രാജ്നാഥ്, അമിത്ഷാ, ഗഡ്കരി, നിർമ്മല വീണ്ടും. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി, ജോർജ് കുര്യൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം മന്ത്രിസഭയിൽ സുരേഷ് ഗോപി, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ എന്നിവരടക്കം 72 മന്ത്രിമാർ. പ്രധാനമന്ത്രിക്ക് പുറമെ 30 ക്യാബിനറ്റ് മന്ത്രിമാരും സ്വതന്ത്ര ചുമതലയുള്ള 5 സഹമന്ത്രിമാരും 36 സഹമന്ത്രിമാരുമാണ് സ്ഥാനമേറ്റത്. കേരളത്തിൽ നിന്നുള്ള 2 പേരും സഹമന്ത്രിമാരാണ്. രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മന്ത്രിമാരുടെ വകുപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും രാജ്നാഥ് സിംഗാണ് രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്തത്. മോദിക്കടുത്ത് ഇരുന്നതും രാജ്നാഥ് തന്നെ. ഒന്നാം മോദി സർക്കാരിലുണ്ടായിരുന്ന BJP അധ്യക്ഷൻ JP നഡ്ഡ വീണ്ടും മന്ത്രിസഭയിലെത്തി. അമിത്ഷാ, നിതിൻ ഗഡ്കരി, നിർമ്മല സീതാരാമൻ, S ജയശങ്കർ, ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരടക്കം 33 പേർ രണ്ടാം മോദി മന്ത്രിസഭയിൽ അംഗങ്ങൾ. മധ്യപ്രദേശിൽ നിന്നുള്ള ശിവരാജ് സിംഗ് ചൗഹാനും ഹരിയാനയിലെ മനോഹർ ലാൽ ഖട്ടറും ഉൾപ്പെടെ 7 മുൻ മുഖ്യമന്ത്രിമാർ. ഘടകകക്ഷികളിൽ നിന്ന് 12 മന്ത്രിമാർ. TDPയിൽ നിന്നും JDUവിൽ നിന്നും 2 വീതം. RLD, LJP, ശിവസേന, HAM, AJSU, JDS, അപ്നാദൾ, RPI എന്നിവയിൽ നിന്ന് ഓരോരുത്തർ. ഘടകകക്ഷികൾക്ക് 1 വീതം ക്യാബിനറ്റ് പദവി. ആദ്യ മന്ത്രിസഭാ യോഗം ഇന്ന് വൈകിട്ട് 5 ചേരും. കാശ്മീരിൽ ഭീകരാക്രമണം, 10 പേർ കൊല്ലപ്പെട്ടു. ആക്രമണം തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിനു നേരെ. ജമ്മു കാശ്മീരിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിനു നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. 33 പേർക്ക് പരിക്കേറ്റു. 9 പേരുടെ മരണം സ്ഥിരീകരിച്ചു. വെടിയേറ്റ ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടമായതോടെ ബസ് മലയിടുക്കിലേക്ക് മറിയുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് റിയാസി ജില്ലയിലെ പോണിക്കടുത്തുള്ള തെര്യത്ത് ഗ്രാമത്തിൽ വെച്ചാണ് ഭീകരർ വെടിയുതിർത്തത്. ഖത്രയിൽ നിന്ന് ശിവഖോടി ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന തീർത്ഥാടകർ. യാത്രികരിൽ പലർക്കും വെടിയേറ്റിട്ടുണ്ട്. പ്രദേശത്ത് പോലീസ് തിരച്ചിൽ നടത്തി. നുസുറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ കൂട്ടക്കൊല, മരണം 274. അപലപിച്ച് യൂറോപ്യൻ യൂണിയൻ. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ 64 കുട്ടികൾ, 57 സ്ത്രീകൾ. മധ്യ ഗാസയിൽ കനത്ത ബോംബിങ്ങും ഷെല്ലാക്രമണവും തുടരുന്നതിനിടെ കഴിഞ്ഞ ദിവസം അൽ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ കമാൻഡോകൾ നടത്തിയ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായ പലസ്തീൻകാരുടെ എണ്ണം 274 ഉയർന്നു. ഇതിൽ 64 പേർ കുട്ടികളും 57 പേർ സ്ത്രീകളുമാണ്. നുസ്രത്തിലെ ആക്രമണം കൂട്ടക്കൊലയെന്ന് യൂറോപ്യൻ യൂണിയൻ അപലപിച്ചു. 1948 അറബ് ഇസ്രായേൽ യുദ്ധകാലത്ത് നിർമ്മിച്ചതാണ് നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പ്. ഇവിടെ പാർപ്പിച്ചിരുന്ന 4 ബന്ദികളെയാണ് ഇസ്രായേൽ മോചിപ്പിച്ചത്. എന്നാൽ ആക്രമണത്തിൽ ഒരു US പൗരനടക്കം 3 ബന്ദികൾ കൂടി കൊല്ലപ്പെട്ടതായി ഹമാസിൻ്റെ സായുധ വിഭാഗം സമൂഹ മാധ്യമ വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചു. അൽ ബുറൈജ്, അൽ മഗസി, അൽ നുസ്രത്ത് മേഖലകൾക്ക് പുറമെ ഇസ്രായേൽ ടാങ്കുകൾ കിഴക്കൻ റഫയിലെ 2 ജില്ലകളിലേക്ക് കൂടി ഇന്നലെ പ്രവേശിച്ചു. ഇതോടെ മധ്യ ഗാസയിലെ പ്രദേശങ്ങളും കിഴക്കൻ റഫയും പൂർണ്ണമായും ഇസ്രായേൽ സൈനിക വലയത്തിലായി. യുദ്ധം രൂക്ഷമായതോടെ റഫയിൽ അഭയം തേടിയിരുന്ന 10 ലക്ഷത്തോളം പലസ്തീൻകാർ ഈ മാസാദ്യം വടക്കോട്ട് പലായനം ചെയ്തതായി UN പലസ്തീൻ അഭയാർത്ഥി ഏജൻസി പ്രസ്താവിച്ചു. റഫയിലെ എല്ലാ UN അഭയാർത്ഥി കേന്ദ്രങ്ങളിലും ആളൊഴിഞ്ഞു. ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 37,804 പരിക്കേറ്റവർ 84,494 കവിഞ്ഞു. അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതിയിന്മേലുള്ള ചർച്ച എങ്ങും എത്തിയിട്ടില്ല. ഗാസയിലേക്ക് ജീവകാരുണ്യ സഹായങ്ങൾ എത്തിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ വാർ ക്യാബിനറ്റ് അംഗവും പ്രതിപക്ഷ നേതാവുമായ ബെന്നി ഗാൻസ് കൂട്ടുകക്ഷി സർക്കാരിൽ നിന്ന് രാജിവെച്ചു. പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന് കനത്ത തിരിച്ചടിയാണ് ഇത്. ഗാസയിൽ യഥാർത്ഥ ജയം നേടാനുള്ള മുന്നേറ്റത്തിൽ നിന്ന് നെതന്യാഹു ഇസ്രായേലിനെ തടയുകയാണെന്ന് ഗാൻസ് ആരോപിച്ചു. ഹമാസിനെതിരായ പോരാട്ടത്തിന് ജൂൺ 8 പുതിയ മാർഗരേഖ ഉണ്ടാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. +2കാർക്ക് സൗജന്യമായി പഠിച്ച് ആർമി എഞ്ചിനീയറാകാം. JEE മെയിൻ എഴുതിയിരിക്കണം. അപേക്ഷ 13 വരെ. 4 വർഷത്തെ സൗജന്യ പരിശീലനത്തിന് ശേഷം കരസേനയിൽ എഞ്ചിനീയറായി ലഫ്റ്റനൻ്റ് റാങ്കോടെ സ്ഥിര നിയമനം നേടാൻ അവിവാഹിതരായ ആൺകുട്ടികൾക്ക് അവസരം.
മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങൾക്ക് 12ാം ക്ലാസ്സിൽ മൊത്തം 70% മാർക്കോടെ +2 ജയിച്ചിരിക്കണം. ജനനം 2005 ജൂലൈ 2 മുൻപോ 2008 ജൂലൈ 1 ശേഷമോ ആകാൻ പാടില്ല. JEE മെയിൻ 2024 എഴുതിയിരിക്കണം. പരിശീലനം തീരും വരെ വിവാഹം പാടില്ല. മികച്ച ആരോഗ്യം നിർബന്ധം. ആകെ 90 ഒഴിവ്. ഇതിന് മാറ്റം വരാം. കുട്ടികളുടെ കണക്കെടുപ്പ് ഇന്ന് തീരും. ഇന്ന് വൈകിട്ട് 5 വരെ നൽകുന്ന കണക്ക് മാത്രമേ പരിഗണിക്കൂ. സംസ്ഥാന സിലബസ് സ്കൂളുകളിലെ പുതിയ അധ്യയന വർഷത്തെ കുട്ടികളുടെ കണക്കെടുപ്പ് ഇന്ന് പൂർത്തിയാകും. സ്കൂളുകളിൽ നിന്ന് സമ്പൂർണ്ണ പോർട്ടൽ വഴി ഇന്ന് വൈകിട്ട് 5 വരെ നൽകുന്ന കണക്ക് മാത്രമേ പരിഗണിക്കുകയുള്ളൂവെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി. ഇതിനകം സ്കൂളുകളെല്ലാം വിവരങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് പുറമെ അംഗീകൃത അൺഎയ്ഡഡ് സ്കൂളുകളിലെ കണക്കും ശേഖരിക്കുന്നുണ്ട്. കൃത്യമായ ആധാർ രേഖകളുള്ള കുട്ടികളെ മാത്രമേ തസ്തിക നിർണയത്തിനുള്ള കണക്കിൽ പരിഗണിക്കുകയുള്ളൂ. വിദ്യാഭ്യാസ ചട്ടമനുസരിച്ച് ജൂലൈ 15 മുൻപ് തസ്തിക നിർണയം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. അജ്മീറിൻ്റെ സുനിൽ ജോസ്. കോഴിക്കോട് കൂരാച്ചുണ്ട് ഏറത്തേൽ ഡോക്ടർ സുനിൽ ജോസ് ഇത്തവണ നാട്ടിലെത്തിയത് മേഘന ബഹർവ എന്ന കുട്ടി MBBS പ്രവേശനം നേടിയതിൻ്റെ സന്തോഷവുമായാണ്. അജ്മീറിലെ ചേരിയിൽ ചേറുപുരണ്ട തെരുവുകളിൽ ഭിക്ഷാടനം നടത്തി കെട്ടടങ്ങിപ്പോകുമായിരുന്ന മേഘന മെഡിക്കൽ കോളേജിൻ്റെ പടി കയറുമ്പോൾ ഏറെ അഭിമാനിക്കുന്നത് ഡോക്ടർ സുനിൽ ജോസ് തന്നെയായിരിക്കും. അജ്മീറിലെ സെൻറ്റ് ആൻഡലം സ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപകനായ സുനിൽ ജോസ് ഇന്നിപ്പോൾ അജ്മീറുകാർക്ക് ആയിരക്കണക്കിന് കുട്ടികളെ തെരുവിൽ നിന്നെടുത്ത് ഉന്നത നിലയിലെത്തിച്ച വ്യക്തിയാണ്. 15 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഡിസംബറിൽ സുനിൽ ജോസ് അജ്മീറിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു. ചടങ്ങും ഭക്ഷണവും കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് കുറേ കുട്ടികൾ ഭക്ഷണാവശിഷ്ടങ്ങൾ പിടിച്ചെടുക്കാൻ യുദ്ധം ചെയ്യുന്നതാണ്. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നവർ കഴിച്ചതിൻ്റെ ബാക്കി കൊണ്ടിട്ട ബക്കറ്റിന് ചുറ്റും നിന്നാണ് ബഹളം. അത്യാവശ്യം കൊള്ളാവുന്നത് കിട്ടിയ കുട്ടി അതുമായി ദൂരേക്ക് ഓടുന്നു. ഓട്ടത്തിനിടയിൽ ഭക്ഷണം അകത്താക്കുന്നു. ഈ കാഴ്ച സുനിൽ ജോസിനെ വല്ലാതെ വേദനിപ്പിച്ചു. അന്ന് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. ആ കുട്ടികൾക്ക് ഭക്ഷണവും അറിവും നൽകി തെരുവിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ പല വഴികൾ ആലോചിച്ച് ഉറങ്ങാതെ കിടന്നു. അതിരാവിലെ എഴുന്നേറ്റ് ചേരിയിലേക്ക് പോയി. മദ്യം കഴിച്ച് പാതി മയക്കത്തിൽ കഴിയുന്ന മാതാപിതാക്കളെയും ഭക്ഷണം ലഭിക്കാതെ ശോഷിച്ച ശരീരവുമായി ഭിക്ഷാടനത്തിനൊരുങ്ങുന്ന കുട്ടികളെയുമാണ് കണ്ടത്. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച കൂരകളാണ് വീട്. നിരന്തര ബോധവൽക്കരണം നടത്തി ഏതാനും കുട്ടികളെ കൂട്ടി ഒരു മരച്ചുവട്ടിൽ സുനിൽ ജോസ് ക്ലാസ് ആരംഭിച്ചു. കുട്ടികൾക്ക് ഭക്ഷണം കൂടി നൽകി. പിന്നീട് സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഒരു പഴയ ബസ് വാങ്ങി സീറ്റുകൾ മാറ്റി അതിൽ ക്ലാസ് മുറി സജ്ജമാക്കി. സഞ്ചരിക്കുന്ന സ്കൂളുമായി ഓരോ സ്ഥലത്തും പോയി 30 വീതം കുട്ടികളെ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അതിനായി കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യാൻ അധ്യാപകരും ഡ്രൈവറുമുണ്ട്. പിന്നീട് തൻ്റെ പേരിലുള്ള 10 സെൻറ്റ് സ്ഥലത്ത് ക്ലാസ് മുറി നിർമ്മിച്ചു. അങ്ങനെ സുനിൽ ജോസ് തൻ്റെ ജീവിത ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ചേരികളിൽ നിന്നുള്ള കുട്ടികൾക്കാണ് സുനിൽ ജോസിൻ്റെ ഉഡാൻ സൊസൈറ്റിയുടെ കീഴിലുള്ള വിദ്യാലയത്തിൽ പ്രവേശനം. അവരെ ഭിക്ഷാടനത്തിന് വിടാതെ മറ്റുള്ളവർ ബഹുമാനിക്കുന്ന നിലയിൽ വളർത്തുക എന്നതാണ് സുനിൽ ജോസിൻ്റെ സ്വപ്നം. പൂജ ചലോട്ടിയ, അജയ് ചലോട്ടിയ, ഷിക്ക വർമ്മ എന്നീ കുട്ടികൾ നേരത്തെ IIT പ്രവേശനം നേടി. 1400 കുട്ടികൾ ഇതിനകം വിവിധ പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രവേശനം നേടി. ഇപ്പോൾ 534 കുട്ടികൾ ഉഡാൻ സൊസൈറ്റി സ്കൂളിൽ പഠിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിവും ഭക്ഷണവും നൽകുന്നു. സുമനസ്സുകളുടെ സഹായത്തോടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സർവീസിൽ നിന്ന് വിരമിച്ചാലും അജ്മീറിൽ നിന്ന് തന്നെ ചേരിയിലെ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് സുനിൽ ജോസ് പറയുന്നു. ശുഭദിനം. നന്ദി.